പ്രിയമുള്ളവരെ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. നമ്മൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ വാർഡിലെ ജനങ്ങളോട് സംവദിക്കുകയായിരുന്നു. ഈ വാർഡിൻ്റെ വികസനത്തിന് എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായി നമ്മൾ ഈ വാർഡിലെ ജനങ്ങളോട് സംവദിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരോടും കൂടി ചർച്ച ചെയ്ത് ഒരു ജനകീയ പ്രകടന പത്രിക തയ്യാറാക്കിയിട്ടുണ്ട്. അതിലെ ചില ഭാഗങ്ങൾ മാത്രം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നിലവിലെ അംഗനവാടി വാർഡിൻ്റെ ഒരറ്റത്ത് സ്ഥിതി ചെയ്യുന്നത് വലിയ പ്രയാസമുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വാർഡിൽ പുതിയ സ്മാർട്ട് അംഗനവാടി ആരംഭിക്കും. വാർഡിലെ മുഴുവൻ റോഡുകൾക്കും സ്ട്രീറ്റ് നമ്പറും പേരും നൽകി വാർഡിൻ്റെ സമ്പൂർണ്ണ ഡിജിറ്റൽ മാപ്പ് തയ്യാറാക്കും. ക്ലബ്ബുകൾ, യുവജന സംഘടനകൾ എന്നിവയുമായി സഹകരിച്ച് ലഹരിമുക്ത നാടിനായി പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കും. സർക്കാർ സേവനങ്ങൾക്കാവശ്യമായ അപേക്ഷകൾ ഓൺലൈൻ ചെയ്യുന്നതിനും മറ്റും വാർഡിൽ സൗജന്യ ജനസേവന കേന്ദ്രം ആരംഭിക്കും. അതോടൊപ്പം നമ്മുടെ ഗ്രാമസഭകൾ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് കൂടുതൽ ജനകീയമാക്കി നടത്തും. നമ്മുടെ വാർഡിലെ കലാകായിക രംഗത്ത് കഴിവുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേക കോച്ചിങ് ക്യാമ്പുകൾ ആരംഭിക്കുകയും ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി സ്ത്രീകൾക്ക് കൂടി ഉപകാരപ്രദമാകുന്ന ഓപ്പൺ ജിമ്മുകൾ ആരംഭിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ വാർഡിലെ വയോജനങ്ങൾക്ക് ഒഴിവു സമയം ആനന്ദമാക്കാൻ വയോജന പാർക്കുകൾ നിർമ്മിക്കും. നമുക്കറിയാം, കാലവർഷം അതല്ലെങ്കിൽ ശക്തമായ മഴ പെയ്യുമ്പോൾ നമ്മുടെ അയ്യാടൻ മലയിലെ പരിസര പ്രദേശത്തുള്ളവർക്ക് മാറി താമസിക്കേണ്ട ഒരു ദയനീയമായ സാഹചര്യമുണ്ട്. അതിനെ മറികടക്കുന്നതിന് വേണ്ടി അയ്യാടൻ മലക്ക് പ്രത്യേക പാക്കേജ് തയ്യാറാക്കും. നമുക്ക് ചെയ്യാൻ കഴിയും എന്നുറപ്പുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ജനകീയ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ പൂർണ്ണ വിവരങ്ങളടങ്ങിയ ജനകീയ പ്രകടന പത്രിക നിങ്ങളുടെ വീട്ടിലേക്കെത്തി നിങ്ങളുമായി സംവദിക്കും. മാറി മാറി വന്ന കഴിഞ്ഞ ഭരണങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ വാർഡിനെ പിന്നോട്ടടിക്കുകയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ വാർഡിൻ്റെ സമഗ്രമായ മുന്നേറ്റത്തിന് എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കണ്ണട അടയാളത്തിൽ വോട്ടുകൾ നൽകി എന്നെ വിജയിപ്പിച്ചയക്കണമെന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്.